റീൽസ് ഒക്കെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് നമ്മുടെ സന്തോഷവും നമ്മുടെ സങ്കടവും എല്ലാം അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഫ്രണ്ട്സായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി, അതിൽ ഏതെങ്കിലും ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി, അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു 1-2 റീൽസ് കണ്ടു, പിന്നെ തുടരെ നെക്സ്റ്റ് ആയിട്ട് ഇത് തന്നെ ആയിരിക്കും നമ്മുടെ റീൽസിൽ വരിക. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ഒരു റീൽസ് 1-2 കണ്ടു കഴിഞ്ഞാൽ റെസ്റ്റ് ഇല്ലാത്ത വൈഫ്, അല്ലാന്നുണ്ടെങ്കിൽ ചീറ്റ് ചെയ്യുന്ന ഹസ്ബൻഡ്, ഇത്തരത്തിലുള്ള റീൽസ് ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ ഹസ്ബൻഡിനോടോ വൈഫിനോടോ ഒക്കെ ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുന്ന 1-2 റീൽസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ആയിട്ട് സ്വാഭാവികമായിട്ടും മിസ് ചെയ്യുന്ന റീൽ വരും, ഹഗ് ചെയ്യുന്ന റീൽ വരും. അങ്ങനെ പിന്നീട് മുഴുവൻ ഒരു സ്നേഹത്തിന്റെ റീലായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ റീൽസ് നമ്മുടെ അപ്പത്തെ ആ ചിന്തകളെ, നമ്മുടെ അപ്പത്തെ ആ ഇമോഷനൊക്കെ, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റീൽസ് നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ നമ്മളൊരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ ഈ റീൽസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു പ്രോബ്ലത്തിലാണ്, നിങ്ങളിപ്പോൾ ഒരു പ്രശ്നത്തിലാണ്, അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കാം എന്നുള്ളതൊക്കെ ഈ റീൽസ് ആണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഇത്തരത്തിൽ റീൽസിനെ കൊണ്ട് ചിന്തിപ്പിച്ചാൽ നമുക്കൊക്കെ ഒറ്റക്കായിട്ട് ചിന്തിക്കാൻ, നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ അവിടെ എവിടെയാണ് ഒരു ചാൻസ് ഉള്ളത്? അവിടെ ഒരു സ്പേസ് ഇല്ല. കാരണം ഈ റീൽസ് ആണ് നമ്മളെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഒപ്പീനിയൻസിനൊക്കെ വേറെ എന്തൊക്കെയല്ലേ കൺട്രോൾ ചെയ്യുന്നത്?